Hello students, next question like next question sadhikiye. Let modulus of z1 minus 8 minus 2i less than or equal to 1 and modulus z2 minus 2 plus 6i less than or equal to 2, where z1 z2 belongs to complex number set, then the minimum value of modulus z1 minus z2 is. See, actually നമുക്ക് എന്താണ് ഇതിന്റെ മീനിങ് എന്ന് അറിയണം. See, z1 minus 8 minus 2i less than or equal to 1 means the distance from z1, the point z1 to the coordinate 8, 2 will be less than or equal to 1. And z2 minus of 2 plus 6i means z2 minus of 2 minus 6i, 2, minus 6 ആണ്. So distance from z2 to 2, minus 6 will be less than or equal to 2. So these are all representing circles. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Let's consider these two complex numbers. നോക്കാം കേട്ടോ. നമുക്ക് രണ്ട് സർക്കിൾ ആണ്. So we have two circles. Oh, just a minute. We have two circles in the xy plane. We have two circles somewhere here. നോക്കണേ, ഇത് ഇങ്ങനെ തന്നെയാണ് നിർബന്ധമൊന്നുമില്ല. I am drawing a rough sketch. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. Yes, okay, right. Clear? Yes. Okay, right. So this is the situation. അപ്പോൾ നോക്കാം, ഇവിടെ സർക്കിൾ നമുക്കുണ്ട്. ഫസ്റ്റത്തെ സർക്കിളിൽ ഞാൻ z1, ഓക്കെ, ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ 8, 2 ആണ്. ദി സെൻറ്റർ ഈസ് C1, 8, 2. ഓക്കെ മക്കളെ, ക്ലിയർ അല്ലേ? അടുത്ത സെൻറ്റർ എന്ന് പറഞ്ഞാൽ -2, ഓക്കെ 2, -6 ആണ്. ദിസ് പോയിന്റ് ഈസ് 2, -6. ഓക്കെ, സപ്പോസ് ദിസ് സെൻറ്റർ ഈസ് C2. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. z1 എന്ന് പറഞ്ഞാൽ z1 മൈനസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് z1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു പോയിന്റാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് വിചാരിച്ചോളൂ. ആ പോയിന്റിൽ നിന്ന് ഈ സെൻറ്റർ C1ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കുറവായിരിക്കണം. 1 ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഇതിന് കുറവായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് വരിക. ഓക്കെ, ഇതിനകത്താണ് വരിക. എവിടെ വരിക? ഈ സർക്കിളിനകത്താണ് വരിക. മനസ്സിലായല്ലോ? സർക്കിളിനകത്ത് വരും. സോ ദിസ് ഈസ് വാട്ട് വി കോൾ ഡിസ്ക്. ഡിസ്ക് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിനകത്താണ് റീജിയൻ വരിക. അതുപോലെ ഇതിനകത്താണ് റീജിയൻ വരിക. അപ്പോൾ Z എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെയാണ് Z1 ഇവിടെയാണ്, Z2 ഇവിടെയാണ്, രണ്ടാമത്തേലാണ് Z2. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകളിൽ ഏറ്റവും മിനിമം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെൻറ്റർ ടു സെൻറ്റർ കോൺടാക്ട് എടുക്കുക. സെൻറ്റർ ടു സെൻറ്റർ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുക. സെൻറ്റർ ടു സെൻറ്റർ കോൺടാക്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് മിനിമം കിട്ടുക. That means suppose this point is P and this point is Q. So this distance PQ is the minimum distance. മനസ്സിലായോ? വേറെ എവിടെ നിങ്ങൾ Z1 Z2 എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മിനിമം ഡിസ്റ്റൻസ് കിട്ടില്ല. സോ Z1 എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസിലെ പോയിന്റ് ആണ്. P എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് Z1 ഉണ്ടാകുക. Q എന്ന് പറയുന്ന പോയിന്റിലാണ് Z2 ഉണ്ടാകുക. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z1 ആൻഡ് Z2 is minimum only when it is they are in the position of P and Q. സോ നമുക്ക് ഈ PQ എന്ന് പറയുന്ന ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? PQ എന്ന് പറയുന്ന ലെങ്ത് ആക്ച്വലി എന്താണെന്ന് അറിയോ? സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് C1 C2ൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഫസ്റ്റത്തിൻ്റെ റേഡിയസ് R1 കുറയ്ക്കുക, രണ്ടാമത്തെ റേഡിയസ് R2 കുറയ്ക്കുക. സോ R1 മൈനസ് R2 ചെയ്താൽ മതി. C1 C2 എന്നുള്ള ഡിസ്റ്റൻസ് എത്ര കിട്ടും? √8 - 2 ഹോൾ സ്ക്വയർ 36 കിട്ടും. ഓക്കെ, പ്ലസ് 2 - -6 8 സ്ക്വയർ 64 കിട്ടും. മൈനസ് R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തിൻ്റെ റേഡിയസ് 1 ആണ്, പ്ലസ് R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റേഡിയസ് 2 ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി 10 - 3 = 3 കിട്ടി, 7 കിട്ടി. സോ within seconds you can say the answer. അത്രയേ ഉള്ളൂ സംഭവം. പെട്ടെന്ന് ഗ്രാഫ് വരയ്ക്കുക. within seconds you can. So this is one of the shortcut for solving this question. This is shortcut. This is very much shortcut. Otherwise Z-നെ x + iy എന്നൊക്കെ എടുത്ത് ചെയ്യാം. So that will take time. ഒരുപാട് സമയം എടുക്കും അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇത് നിങ്ങൾ ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. You can solve any such kind of questions by using the same idea. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ യു കൻ ഈസിലി സോൾവ് ഇറ്റ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക.